ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ എവേ ഫ്രം ഡിസീസസ്, വ്യാധികൾ പടരാതിരിക്കാൻ, അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചും പറഞ്ഞായിരുന്നു. പലതരത്തിലുള്ള അസുഖങ്ങൾ അത് പരത്തുന്നത് ആരൊക്കെയാണെന്നും അതിനെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നോക്കാം അടുത്തെന്താണെന്നുള്ളത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ മനുഷ്യരിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അപ്പോൾ മനുഷ്യരിൽ മാത്രമല്ല, ആനിമൽസിലും പ്ലാന്റ്സിലും ഇതേ കണക്ക് പകർച്ചവ്യാധികൾ ഉണ്ട്. അതിന്റെ ഒരു പേപ്പർ കട്ടിങ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഡു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഫക്റ്റ് ഓൺലി ഹ്യൂമൻസ്? മനുഷ്യരെ മാത്രമാണോ ഇത് അഫക്റ്റ് ചെയ്യുന്നത്? നോ, അല്ല. ഈ ഒരു പിക്ചർ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും മനുഷ്യരെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്. അറൌണ്ട് 4,000 dogs is Wayanad suspected to be affected by canine distemper. പട്ടികളെ കൊന്നൊടുക്കിയത് അസുഖം വന്ന്. അതുപോലെ ഈ പശുവിന്റെ കൊടുത്തിട്ടുണ്ട്. സ്കിൻ ഡിസീസസ് ഓവർ 2,000 animals died in the state last week despite 100% vaccination of കാറ്റിൽസിൻ്റെത് ഓവർ എന്തോന്നാണ് ബേർഡ്സ് ഫ്ലൂ, പക്ഷിപ്പനി വന്ന് തൗസൻഡ്സ് ഓഫ് പോൾട്രി കാൾഡ്, പക്ഷികളെല്ലാം ചത്തിടക്കുന്നത്, പക്ഷിപ്പനി വന്നത്. പിന്നെ എന്തോന്നാണ് ആഫ്രിക്കൻ സ്വൈൻ ഫീവർ റിപ്പോർട്ടഡ് ടു കേരളാസ്, പത്തനംതിട്ടയിലെ പന്നികൾക്ക് വന്ന അസുഖങ്ങൾ. അപ്പോൾ അനിമൽസിനും കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പല പകർച്ചവ്യാധികളും ഉണ്ട്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷിപ്പനി, പിന്നെന്തോന്നാണ് പന്നികൾക്കുള്ള അസുഖം, പട്ടികളുടേത്, കന്നുകാലികളുടെയൊക്കെ അസുഖങ്ങളുണ്ട്. നോക്കുക ഏതൊക്കെയാണെന്ന്. ഡിസീസസ് ദാറ്റ് അഫക്റ്റ് ആനിമൽസിനെ ബാധിക്കുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബേർഡ്സിനാണെങ്കിൽ ഏത് ഡിസീസ്? ബേർഡ്സ് ഫ്ലൂ. കൗ ഗോട്ടിനെ ബാധിക്കുന്നത് ആന്ത്രാക്സ്. ഡോഗ് ക്യാറ്റിനെയൊക്കെ ബാധിക്കുന്നത് റാബീസ്. കാറ്റിലിനെ ബാധിക്കുന്നത് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസസ്. ഓക്കെ, ഇതൊക്കെ പക്ഷികളിലേക്ക് ഇതൊക്കെ അനിമൽസിനെ ബാധിക്കുന്ന പകർച്ചവ്യാധികളാണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ജന്തുക്കളെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പക്ഷികൾ, പക്ഷിപ്പനി, പശു, ആട്, ആന്ത്രാക്സ്, നായ, പൂച്ച, പേയ, വിഷബാധ, കന്നുകാലികൾ, കുളമ്പ് രോഗം. ഓക്കെ, അടുത്തിനി പ്ലാന്റ്സിൽ പകർച്ചവ്യാധികൾ ബാധിച്ച സസ്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ നോക്ക്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്ലാന്റ്സിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നോക്ക്. ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസസ് ഇൻ റൈസിന്റെ ഇലയിലെ ബ്രൗൺ സ്പോട്ട്, നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി. പിന്നെ അതാ ഇവിടെ കൊടുത്തിരിക്കുന്ന മൊസൈക്ക് ഡിസീസസ് ഇൻ പീ പ്ലാന്റ്സിലുള്ള പയറിലെ മൊസൈക്ക് രോഗം. ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്, തെങ്ങിലെ കൂമ്പ് ചീയൽ. ഇതൊക്കെ എന്തോന്നാണ്? പ്ലാന്റ്സിനെ ബാധിക്കുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഏതൊക്കെ നമുക്ക് നോക്കാം. ഡിസീസസ് ദാറ്റ് അഫക്റ്റ് പ്ലാന്റ്സിനെ ബാധിക്കുന്നത് ഏതൊക്കെയാണ്? കോക്കനട്ട് ട്രീ ആണെങ്കിൽ ബഡ് റോട്ട്, പാഡി ബ്ലൈറ്റ്, പി മൊസൈക്ക്, പ്ലാന്റേൻ ബഞ്ചി ടോപ്പ്, ടൊമാറ്റോ ബ്ലൈറ്റ്, വെജിറ്റബിൾസ് മൈൽഡ്യൂ. എന്തൊക്കെ? തെങ്ങിന്റെ കൂമ്പ് ചീയൽ, നെല്ല് തവിട്ട് ഇലപ്പുള്ളി, പയർച്ചെടിയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പ് രോഗം, കൂമ്പടപ്പ്, പിന്നെ തക്കാളിയിലെ വാട്ടരോഗം, പച്ചക്കറികളിലെ പൂപ്പൽ. ഇതൊക്കെ പ്ലാന്റ്സിനെ ബാധിക്കുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഓക്കെ, പകർച്ചവ്യാധികളാണ്. അപ്പൊ പ്ലാന്റ്സിന്റെ പകർച്ചവ്യാധികളും പറഞ്ഞു, നമ്മൾ ആനിമൽസിന്റെ പകർച്ചവ്യാധികളും പറഞ്ഞു. അടുത്ത് നോക്കൂ. ഹൈജീൻ ഹാബിറ്റ്, ശുചിത്വ ശീലങ്ങൾ. ഈസ് ഇറ്റ്
പേഴ്സണൽ ഹൈജീൻ ആസ് ഇമ്പോർട്ടൻ്റ് എൻവയോൺമെന്റ് ഹൈജീൻ ഫോർ എ ഹെൽത്തി ലൈഫ്. ആരോഗ്യകരമായ ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ പ്രധാനമല്ലേ വ്യക്തി ശുചിത്വവും? ആണ് അല്ലേ? പരിസര ശുചിത്വം പോലെ തന്നെയാണ് വളരെയേറെ പ്രധാനമുള്ള ഒരു കാര്യമാണ് വ്യക്തി ശുചിത്വവും. നമ്മൾ വൃത്തിയായി നടന്നാൽ തന്നെ നമ്മൾ പരിസരവും വൃത്തിയാക്കുള്ളൂ അല്ലേ? നോക്കാം. വിച്ച് ഓഫ് ദീസ് ആർ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ്? ടിക്ക് ദം. ഇവയിൽ ഏതെല്ലാമാണ് നല്ല ആരോഗ്യശീലങ്ങൾ? അത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റിലത്തെ എന്താണ്? വാഷ് ഹാൻഡ്സ് ഓൺലി ആഫ്റ്റർ മീൽസ്. ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. അത് നല്ല ശീലമാണോ? അല്ല. ആഹാരം കഴിക്കുന്നതിന് മുമ്പും അതിന് ശേഷവും കൈ കഴുകണം അല്ലേ? അപ്പൊ അതൊരു ഗുഡ് ഹാബിറ്റ് അല്ല. ബ്രഷ് ടീത്ത് എവരി നൈറ്റ് ആഫ്റ്റർ മീൽസ്. ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കാറുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ? ആഹാരം കഴിച്ചതിന് ശേഷം പല്ല് തേക്കണം രാത്രിയിൽ. അടുത്ത്, ഡു നോട്ട് ട്രിം ദ നെയിൽസ് ഓഫ് ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്. കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല. അത് നല്ല ഗുഡ് ഹെൽത്ത് ഹാബിറ്റ് ആണോ? അല്ല. പിന്നെന്തോന്ന്? യൂസ് ഫുട്വെയർ വെൻ വാക്കിംഗ് ഔട്ട്സൈഡ്. പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്. അത് നല്ല ശീലമാണ് അല്ലേ? പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്. ഈറ്റ് ഫ്രൂട്ട്സ് ദാറ്റ് ആർ gnawed ബൈ ബേർഡ്സ്. പക്ഷികൾ കടിച്ചിട്ട ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. അത് നല്ല ശീലമാണോ? ഇല്ല. ഇപ്പോഴൊക്കെ പക്ഷികൾ കഴിച്ചിട്ട ഭക്ഷണങ്ങൾ കഴിച്ചാൽ നല്ല രോഗങ്ങളൊക്കെ വന്ന് പിടിവിടും. ഇപ്പൊ പോലുള്ള രോഗങ്ങളൊക്കെ വന്ന് പിടിപെടും. അതുകൊണ്ട് പക്ഷികൾ, ഏത് പക്ഷിയായാലും എന്ത് ജീവിയായാലും കടിച്ചിട്ട് ഒരു ഫ്രൂട്ട്സും ഭക്ഷിക്കാൻ പാടില്ല. അടുത്ത, ഡു നോട്ട് കൺസ്യൂം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ. തുറന്നു വച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല. അത് നല്ലതാണ്. തുറന്നു വച്ചിരിക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും ഒക്കെ കഴിച്ചാൽ അതിൽ ഈച്ചയൊക്കെ വന്നിരുന്ന് പല രോഗങ്ങളും നമുക്ക് വരും. അടുത്ത്, സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്. നല്ല ശീലമാണോ? അത് അല്ല. അടുത്ത്, ബാത്ത് ഡെയിലി. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. അത് നല്ല ശീലമാണ്. അപ്പോൾ ഏതൊക്കെ? രണ്ടാമത്തത്, ദിവസവും രാത്രി ആഹാരശേഷം പല്ല് തേക്കാറുണ്ട്. പിന്നെ ഏത് പറഞ്ഞ? പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്. തുറന്നു വച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. ഇത്രയാണ് ഗുഡ് ഹാബിറ്റിൽ വരുന്നത്. ഓക്കെ. അടുത്ത് നോക്ക്, ഇമ്മ്യൂണിറ്റി. രോഗപ്രതിരോധ ശേഷി. അവർ ബോഡീസ് നാച്ചുറലി ഹാവ് ദ എബിലിറ്റി ടു കൺട്രോൾ ആൻഡ് ഫൈറ്റ് പാത്തോജൻസ് ഓൺലി ദേ എൻ്റർ ദ ബോഡി. ദിസ് ഈസ് കാൾഡ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. അപ്പൊ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള ഒരു സ്വാഭാവികമായ കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. ഈ സ്വാഭാവിക കഴിവിനെയാണ് എന്തോന്ന് പറയുന്നത്? രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. മനസ്സിലായോ? രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗാണുക്കൾ കടന്നാൽ ഇതിന് ചെറുത്തു നിൽക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ് നമ്മുടെ ശരീരത്തിന് തന്നെ ഉണ്ട്. അതിനെയാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ദിസ് എബിലിറ്റി വേരിയസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഈ കഴിവ് പല വ്യക്തികളിലും പല രീതിക്കായിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും, പല രീതിക്കായിരിക്കും വരുന്നത്. ദ ബോഡി ഈസ് unable to develop natural immunity against some communicable diseases such as polio and ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പോൾ പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതൊക്കെ? ഹെപ്പറ്റൈറ്റിസിനും എതിരെ നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കേണ്ടതുണ്ട്. വി നീഡ് ടു ടേക്ക് വാക്സിനേഷൻ ടു അവോയ്ഡ് സച്ച് ആസ് ഡിസീസസ്. ഇപ്പോൾ വാക്സിനേഷൻ എടുക്കുമ്പോഴത്തേക്ക് ഈ അസുഖങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ത്രൂ ദിസ് ഇറ്റ് വിൽ ബി പോസിബിൾ ടു ഗെയിൻ ഇമ്മ്യൂണിറ്റി. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. അങ്ങനെ ദിസ് ഈസ് കാൾഡ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി. ഇതിനെന്തോന്ന് പറയുന്നു? അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ആർജിത രോഗപ്രതിരോധ ശേഷി. അപ്പൊ നമ്മുടെ ശരീരത്തിന് പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്ന രോഗങ്ങളെ നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊണ്ട് പ്രതിരോധിക്കും. അങ്ങനെയുള്ള
അങ്ങനെ പ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കുന്നവയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. മനുഷ്യന്റെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മാരകാരികളും അതിനെ നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. അപ്പം എന്തോന്നാണ് സ്മാൾ പോക്സ്, എപ്പിഡമിക്സ്, പ്ലേഗ്സ്, മെനി എപ്പിഡമിക്സ് സച്ച് ആസ് സ്മാൾ പോക്സ്, പ്ലേഗ്, പോളിയോ, ഇവയ്ക്കെല്ലാം നമ്മൾ എന്തിനാ വാക്സിൻ എടുത്താണ് നമ്മൾ അതിനെ പ്രതിരോധിച്ചത്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാൻ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു സ്വാഭാവികമായ കഴിവുണ്ട്. അതിനെയാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, രോഗപ്രതിരോധ ശേഷി എന്ന്, സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. എന്നാൽ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ചില പകർച്ചവ്യാധികൾ വന്നാൽ അവയെ നമ്മുടെ ശരീരത്തിന് പ്രതിരോധിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കും. അതിനെയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി അഥവാ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ബോഡീസ് നാച്ചുറലി ഹാവ് ദ ability to control and fight pathogens once they enter the body. This is called natural immunity. അടുത്ത, the body is unable to develop natural immunity against some communicable diseases such as polio and hepatitis B. We need to take to അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? വാക്സിനേഷൻ ടു അവോയ്ഡ് സച്ച് ഡിസീസസ്. ഈ രോഗങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാക്സിനേഷൻ എടുക്കും. ഇതിനെ അങ്ങനെ എന്തോന്നാണ്? നമ്മളെ ഇമ്മ്യൂണിറ്റി ഗെയിൻ ചെയ്യുന്നതാണ്. ഇതിനെയാണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് അക്വേർഡ് ഇമ്മ്യൂണിറ്റിക്ക് നമുക്ക് ഏതൊക്കെ പറയാം? സ്മാൾ പോക്സ്, പ്ലേഗ്, പോളിയോ. ക്ലിയർ ആയോ? നോക്കാം അടുത്തത്. Those who wanted to be vaccinated should come to counter 2. വാക്സിൻ എടുക്കാനുള്ളവർ കൗണ്ടർ 2ലേക്ക് വരണം. നമ്മൾ എടുത്തിട്ടുണ്ട് വാക്സിൻ പലതും അല്ലേ? വിച്ച് ഡിസീസസ് ഷുഡ് ബി വാക്സിനേറ്റഡ് എഗെയിൻസ്റ്റ്? ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത്? വിച്ച് ആർ ദ മാൻഡേറ്ററി വാക്സിൻസ് ടു ബി ടേക്കൺ ബൈ ദ ഏജ് ഓഫ് 60? 16 വയസ്സിനുള്ളിൽ നിർബന്ധമായി എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്? ഡിസ്കസ് ദ ക്ലാസ്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ താഴോട്ട് പഠിക്കുന്നുണ്ട്. നോക്കോ, വാക്സിനേഷൻ ചാർട്ട്. ഇത് ജനന സമയം മുതൽ 14 ആഴ്ച വരെയുള്ള കുട്ടികളുടെ വാക്സിനേഷന്റെ കാര്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. BCG, ഗെറിൻ, ബേസ്ലെസ് കാൽമറ്റിക് ഗെറിൻ. പിന്നെ OPV, ഓറൽ പോളിയോ വാക്സിനേഷൻ. പിന്നെ HEP, എന്താണ്? ഹെപ്പറ്റൈറ്റിസ് B. പിന്നെ എന്താണ്? FIPV, പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. RVV, റോട്ടാ വൈറസ് വാക്സിൻ. അപ്പോൾ ജനിക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് എടുക്കുന്നതാണ് ഈ OPV, BCG, ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 6 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ OPV 1 ഡോസ്, പിന്നെ RVV 1, പെൻഡാവാലന്റ് 1, FIPV 1, PCV 1. അടുത്ത 10 ആഴ്ച ആകുമ്പോഴത്തേക്ക് OPV 2 കൊടുക്കും. OPV എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിയോയുടെ. പിന്നെ RVV 2 വൈറസ് വാക്സിനാണ്. പിന്നെ പെറ്റാവാലന്റ് 2 അതിൻ്റെ 2ാമത്തെ. അടുത്ത് OPV 14 ആഴ്ച ആകുമ്പോഴത്തേക്ക് OPV 3, RVV 3, പെറ്റാവാലന്റ് 3, FIPV 2, PCV 2. അങ്ങനെ ആണ് വാക്സിൻ കൊടുക്കുന്നത്. BCG, ബാസിലസ് കാലാമിറ്റിക് ഗെറിൻ, അതൊരു ക്ഷയരോഗമാണ്. ശക്തമായിട്ടുള്ള ചുമ വരുമ്പോഴത്തേക്ക് അത് ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന അതിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് BCG എന്ന് പറയുന്നത്. OPV എന്ന് പറയുമ്പോഴത്തേക്ക് ഓറൽ പോളിയോ വാക്സിനേഷൻ, പോളിയോ വാക്സിൻ. പോളിയോ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് കുട്ടികളുടെ കൈകാലുകൾക്ക് പോളിയോ വല്ലതും വരികയാണെങ്കിൽ നടക്കാനും കാലിന് എല്ലുകൾക്ക് തേയ്മാനം വരികയും അത് പല
നേരെ ആയി വരികയില്ല. ആ ഒരു അവസ്ഥയാണ് ഈ പോളിയോ വരുമ്പോഴത്തേക്കും ഉള്ളത്. അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് OPV എടുക്കുന്നത്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് എന്തോന്നാണ്, കരൾ രോഗം, കരളിനെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഹെപ് ബി എന്നുള്ള എടുക്കുന്നത്. പിന്നെ FIPV എന്ന് പറയുന്ന പോളിയോ വാക്സിൻ, ഫ്രാക്ഷണൽ ഡോസ് എന്ന് പറയുമ്പോൾ അത് പോളിയോ വാക്സിൻ, നേരത്തെ പറഞ്ഞ പോളിയോ വാക്സിൻ്റെ തന്നെ കുറച്ചുകൂടെ ഡോസ് കൂടിയ വാക്സിനാണത്. പിന്നെ RVV എന്ന് പറയുമ്പോൾ റോട്ട വൈറസ് വാക്സിൻ. റോട്ട വൈറസ് എന്ന ഒരു വൈറസാണ്. ഇത് കൊച്ചു കുട്ടികളിൽ വരുത്തുന്ന വയറ്റിളക്കം അതുപോലെയുള്ളൊക്കെ അസുഖങ്ങൾക്ക് കാരണമായി മാറുന്നതാണ്. അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് RVV എടുക്കുന്നത്. അപ്പോൾ ഇത് കൊച്ചുകുട്ടികളിൽ കാണുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് ഇത്. ജനിക്കുന്ന സമയത്ത്, അത് കഴിഞ്ഞ് 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ചയിലൊക്കെ എടുക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളാണ്. ഓക്കെ, അടുത്ത് നോക്കുക PCV, ന്യൂമോകോക്കൽ കൺജുഗേറ്റഡ് വാക്സിൻ. എന്താണ്? ഈ മഞ്ഞപ്പിത്തം അതുപോലെയൊക്കെയുള്ള രോഗങ്ങൾക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ്പായിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് മീസൽസ് റുബില്ല വാക്സിൻ. മീസൽസ് റുബില്ല വാക്സിൻ എന്ന് പറഞ്ഞാൽ 5ാം പനി, അതുപോലെ റുബെല്ല എന്ന് പറയുന്നത് അതുപോലെ ശക്തമായ പനിയോ അതുപോലെ ദേഹത്തൊക്കെ ചെറിയ കുരുക്കളൊക്കെ ആയിട്ടൊക്കെ വരുന്ന ഒരു അസുഖമാണ്. അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുന്നത് MR. അടുത്ത DPT, ഡിഫ്തീരിയ പെർട്യൂസിസ് ടെറ്റനസ് വാക്സിൻ. ഡിഫ്തീരിയക്കെതിരെയും, ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ, അതിനെതിരെയും പിന്നെ ടെറ്റനസിനെതിരെയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്സിനാണ് DPT. 3 അസുഖങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണത്. അടുത്ത ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ടെറ്റനസ് അതുപോലെയുള്ള രോഗങ്ങൾക്ക്, ഡിഫ്തീരിയയ്ക്കും എതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ് TD എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ താഴെ തന്നിട്ടുണ്ട് 9 മാസം ആവുന്ന കുട്ടികൾക്ക് 9 മാസം ആവുന്ന കുട്ടികൾക്ക് എന്തൊക്കെയാണ് വാക്സിൻ എടുക്കേണ്ടതെന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. MR1, PCV ബൂസ്റ്റർ, വൈറ്റമിൻ A, FIPV3. ഇത് 9ാം മാസത്തിൽ. 16ാം മാസം മുതൽ 24 മാസം വരെയുള്ള കുട്ടികൾക്ക് ഏതൊക്കെയാണ്? MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വൈറ്റമിൻ A2. അടുത്ത് 5 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എടുക്കുന്നതാണ് DPT ബൂസ്റ്റർ 2. അടുത്ത് 10 വയസ്സിലുള്ള കുട്ടികൾക്ക് എടുക്കുന്നതാണ് TD1. 16 വയസ്സിലുള്ള കുട്ടികൾക്ക് എടുക്കുന്നതാണ് TD2, ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ഫസ്റ്റ്, സെക്കൻഡ്. 10 വയസ്സിൽ ആദ്യത്തെ എടുക്കും, 16ാമത്തെ വയസ്സിൽ രണ്ടാമത്തെ എടുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വാക്സിനെ കുറിച്ച് പറഞ്ഞത്. അതിൻ്റെ ഇത് താഴത്തെ ചാർട്ടിൽ നമുക്ക് എഴുതാനായിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിന്ന് എഴുതാന്നുള്ളതേ ഉള്ളൂ. പോളിയോ വാക്സിൻ ഏതൊക്കെ മാസത്തിൽ ഏതൊക്കെ ഏജിലുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്? 6 വീക്ക്, 10 വീക്ക്, 14 വീക്ക്, 9 മന്ത്സ്. ഏത് പോളിയോ വാക്സിൻ കൊടുക്കുന്നത്? ഏത് ഡിസീസാണ് വരുന്നത്? രോഗം പോളിയോ. അടുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ MR വാക്സിൻ എഴുതിയിരിക്കുകയാണ്. അത് എപ്പോഴൊക്കെ കൊടുക്കുന്നത്? 9 മന്ത്സിലും 16 to 24 മന്ത്സിനും ഇടയ്ക്ക് കൊടുക്കുന്നതാണ് MR വാക്സിൻ എന്ന് പറയുന്നത്. ഏതൊക്കെ രോഗത്തിൽ നിന്ന് പ്രതിരോധിക്കാനാണ്? മീസൽസ്, റുബെല്ല നിന്ന് പ്രതിരോധിക്കുക. അടുത്ത ടെറ്റനസ് ഡിഫ്തീരിയ 10ാം വയസ്സിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് ഏത് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്? ടെറ്റനസിൽ നിന്ന്, ഡിഫ്തീരിയയിൽ നിന്ന്. 10ാം വയസ്സിലും 16ാം വയസ്സിലും കൊടുക്കുന്ന ഡോസാണ്. ഓക്കെ, ഇത്രയാണ്. ഇതൊന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അടുത്ത് നോക്കുക, രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും സംബന്ധിച്ച് ആളുകൾക്ക് ശരിയായ അറിവ് നൽകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന്. Proper awareness is given to the pupil regarding to mode of transmission of diseases and the method of prevention. What can we do for this? ഇതിനൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഡ്രാമ, നാടകങ്ങൾ വഴി അവതരിപ്പിക്കാം. പാപ്പട്രി, പാവനാടകം വഴി, കാർട്ടൂൺ വഴി, പോസ്റ്റർ, സെമിനാർ, ഷോർട്ട് ഫിലിം, അതൊക്കെ വഴി നമുക്ക് ഈ വിവരങ്ങൾ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിയും. ഓക്കെ, നാടകം, പാവനാടകം, കാർട്ടൂൺ, പോസ്റ്റർ ഒക്കെ വഴി, പിന്നെ സെമിനാർ, ചെറിയ
ഷോർട്ട് ഫിലിമൊക്കെ വഴി നമുക്ക് മറ്റുള്ളവരിൽ ഇത് എത്തിക്കാൻ കഴിയും. ഓക്കെ, ഡിസീസസ് ക്യാൻ ബി കെപ്റ്റ് അവേ വിത്ത് പ്രോപ്പർ അവയർനെസ് ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്. ഹെൽത്തി പീപ്പിൾ ആർ ദ വെൽത്ത് ഓഫ് എ നേഷൻ. അപ്പൊ ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. നമുക്ക് രോഗങ്ങളെ കുറിച്ച് ഒരു അറിവുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും വെച്ച് നമുക്ക് രോഗങ്ങളെ അകറ്റി നിർത്താൻ കഴിയും. ആരോഗ്യമുള്ള ജനതയാണ് നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിന്റെ ലെറ്റേഴ്സും നോട്ടും അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.